അപ്പോൾ ഗൈസ് നിങ്ങൾ കുറേ പേര് റിക്വസ്റ്റ് ചെയ്ത പോലെ തന്നെ നമ്മുടെ ഗ്രീൻ സ്ക്രീനിൽ നമ്മുടെ ബറോസ് സിനിമയുടെ ട്രെയിലർ ആ എഫക്റ്റ് ഗ്രീൻ സ്ക്രീനിൽ ചെയ്യണ വീഡിയോ ആണ് അപ്പോൾ ഇത് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ കുറേ പേര് കമൻറ്റ് ആയിട്ടിട്ടു. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ 2 വീഡിയോ ഈ ബറോസിൻ്റെ ഈ 3D എഫക്റ്റ് ആയിട്ടുള്ളത് ഇട്ടുണ്ടായി. അപ്പോൾ ഫസ്റ്റ് വീഡിയോ നമ്മൾ കമ്പ്യൂട്ടറിൽ എഡിറ്റ് ചെയ്യുന്നതായിരുന്നു. അപ്പോൾ അതിനുശേഷം നമ്മൾ കുറേ പേര് റിക്വസ്റ്റ് ചെയ്ത് ഇത് നോക്കിയിട്ട് നമ്മൾ ഇൻഷോട്ടിൽ എങ്ങനെ ചെയ്യണമെന്നുള്ളത് ഇട്ടുണ്ടായി. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായി ഗ്രീൻ സ്ക്രീനിൽ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഒരു ഗ്ലിച്ച് പോലൊരു സംഭവം ഉണ്ടല്ലോ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോഴത്. ആ ഗ്ലിച്ച് പോലെയുള്ള സംഭവം അല്ലാത്ത നമുക്ക് ഗ്രീൻ സ്ക്രീൻ വെച്ച് ചെയ്താൽ അതുപോലെ അല്ലാണ്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ കുറച്ച് പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഗ്രീൻ സ്ക്രീൻ അത് ചെയ്യണത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഷൂട്ട് ചെയ്യണമെന്നുള്ളത് നിങ്ങൾ പോയി കണ്ടിട്ട് വാ. അപ്പോൾ ഗൈസ് നമ്മുടെ ഗ്രീൻ സ്ക്രീനിൻ്റെ വീഡിയോ എടുക്കാനുള്ള സെറ്റപ്പാണ് എൻ്റെ ബാക്കിലായിട്ട് കാണുന്നത്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതിവിടെ ഒരു ട്രൈപ്പോഡ് ഇരിക്കണ കാണാൻ പറ്റും, നമുക്ക് ഇവിടെ ഒരു ട്രൈപ്പോഡ് കാണാൻ പറ്റും. അപ്പോൾ അത് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ശരിക്കും പറഞ്ഞത് ഗ്രീൻ സ്ക്രീനിൻ്റെ മാറ്റല്ല, ഞാൻ തന്നെ എൻ്റെ കൈ കൊണ്ട് ഉണ്ടാക്കിയൊരു മാറ്റാണ്. സാധാ നമ്മുടെ ഈ മുണ്ടിൽ എടുക്കുന്നത് ആ ഡബിൾ മുണ്ട് എടുത്തിട്ട് അതിനകത്ത് കുറച്ച് പച്ച കളർ, ഇത് ശരിക്കും പച്ചയാണോ ഒരു ഏകദേശം ഒരു പച്ച കളർ. അപ്പോൾ ഈ നമ്മുടെ പച്ച തുണി എടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കിയ DIY ആയിട്ട് ഉണ്ടാക്കിയതാണ്. ഇവിടെ തന്നെ ഒരു സെറ്റ് ചെയ്തെടുത്തേക്കാണ്. ലൈറ്റും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ തിരിച്ച് ഇത് കണ്ട സ്വിച്ച് അമർത്തി കഴിഞ്ഞാൽ നമ്മുടെ ലൈറ്റ് വേണം. അപ്പോൾ ഈ ലൈറ്റ് ഇരിക്കുമ്പോൾ നമുക്ക് ഇതിനകത്തേക്കൊരു നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഇത് കിട്ടാൻ, അല്ലെങ്കിൽ നമ്മളിവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇത് ഓഫ് ചെയ്തിട്ടാൽ ഓക്കെ നിൽക്കുമ്പോൾ അതിങ്ങനെ ബാക്കിലൊരു നിഴൽ വരും. കണ്ട് ഇവിടെ ഇട്ടൊരു നിഴൽ തന്നെ. അപ്പോൾ അത് കാണാണ്ടിരിക്കാൻ വേണ്ടി നമ്മളിത് നമ്മുടെ ബാക്കിലായിട്ട് ഇങ്ങനെ ഈ ലൈറ്റ് വയ്ക്കും. അപ്പോൾ ഈ ലൈറ്റ് ഓണാക്കി കഴിയുമ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ കണ്ട നമ്മുടെ കൈ വേറെ ആയിട്ട് നിൽക്കണത് ഓക്കെ ഇവിടെ കണ്ട നിഴലിങ്ങനെ വരാണ്ട് ഈ ഒരു നിഴൽ വരില്ല. അപ്പോൾ ഇങ്ങനെ നിൽക്കാൻ വേണ്ടി ഇവിടെ ഒരു ലൈറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ നിൽക്കണ എൻ്റെ ബാക്കിലായിട്ട്, അതായത് ഇവിടെ ആയിട്ട്. അപ്പോൾ അതിന് ശേഷം നമുക്ക് വേറൊരു ട്രൈപ്പോഡിൻ്റെയും കൂടി ആവശ്യമുണ്ട് നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് ഇവിടെ വെച്ചിട്ട് വേറൊരു ട്രൈപ്പോഡ് ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമ്മളിത് ഇവിടെ ക്യാമറ വയ്ക്കും. എന്നിട്ട് അവിടേക്കായിട്ട് ഇങ്ങനെ ഗ്രീൻ സ്ക്രീൻ ഫുള്ള് കിട്ടാൻ പാകത്തിനാണ് നമ്മളിപ്പോൾ വീഡിയോ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ എടുത്തിട്ടാണ് നമ്മളിനി നമ്മുടെ ഇൻഷോട്ടിൽ എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ കുറേ പേര് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ സംഭവം ചെയ്യണത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇത് ശരിക്കൊരു ഗ്രീൻ സ്ക്രീൻ മാറ്റ് വെച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നാവും. അപ്പോൾ ഗൈസ് നിങ്ങളിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് കണ്ടിട്ടുണ്ടാവും. ഇനി നമുക്ക് അതിൻ്റെ എഡിറ്റിംഗ് പ്രോസസ്സിലേക്ക് പോയാലോ. അപ്പോൾ അതിന് തന്നെ നമുക്ക് നമ്മുടെ ഫോണിലുള്ള ഇൻഷോട്ട് എടുക്കാം. കാരണം ഇൻഷോട്ട് സജസ്റ്റ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, കാരണം എന്താണെന്ന് വെച്ചാൽ മിക്കവരുടെ ഫോണിൽ ഇൻഷോട്ട് സപ്പോർട്ട് ആവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഇൻഷോട്ടിൽ തന്നെ എഡിറ്റ് ചെയ്യാമെന്ന് വെച്ചത്. പിന്നെ കുറേ പേരും റിക്വസ്റ്റ് ചെയ്തതുകൊണ്ടും നമ്മൾ ഇൻഷോട്ട് തന്നെ എടുക്കാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ഇൻഷോട്ട് എടുത്തിട്ട് അതിനകത്ത് ന്യൂ പ്രൊജക്റ്റ് എടുക്കാം. ന്യൂ പ്രൊജക്റ്റ് എടുത്തതിന് ശേഷം നമ്മൾ ഫോട്ടോസിൽ പോയിട്ട് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ എവിടെ നിൽക്കണതായിട്ടാണ് ഇപ്പോൾ ഈ ഷൂട്ട് ചെയ്യേണ്ടത് ആ ഫോട്ടോ ഉണ്ടാവില്ലേ നിങ്ങളുടെ കയ്യിലേക്ക്, ആ ഫോട്ടോ നമ്മൾ ഫസ്റ്റ് തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഈ ഇതിൻ്റെ ഫ്രണ്ടിൽ നിൽക്കണതായിട്ടാണ്, ഈ ചെറിയ പുല്ലൊക്കെ ബാക്ക്ഗ്രൗണ്ട് തന്നെ ഒരു സ്ഥലത്ത് നിൽക്കണതായിട്ടാണ് ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ലേഔട്ട് നോക്കിയാൽ നിങ്ങൾക്കൊരു പോർട്രേറ്റ് ഇങ്ങനെ ഇരിക്കുന്ന ഒരു രീതിയിലാണ് ഇരിക്കുന്നത്. അത് മാറ്റാനായിട്ട് ഈ സൈഡിലായിട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് ഇവിടെ ഒരു ക്യാൻവാസ് എന്ന് കണ്ട സംഭവം കണ്ട, ഈ ക്യാൻവാസ്. അപ്പോൾ ആ സംഭവത്തുമ്പോൾ ഞെക്കിയിട്ട് ഇതിനകത്ത് 16:9 ഉണ്ടാവും, അത് പ്രസ് ചെയ്യാം. അപ്പോൾ അതേ നമ്മുടെ ഈ ഫോട്ടോ കറക്റ്റായിട്ട് ഇതിനകത്ത് ഫിറ്റായിരിക്കണ കാണാൻ പറ്റും. അതിന് ശേഷം ഇതിനെ തന്നെ നോക്കി കഴിഞ്ഞാൽ ക്രോപ്പ് കാണാൻ പറ്റും. കണ്ട ഈ ക്രോപ്പ് എന്ന് പറയുന്ന ഈ സംഭവം, ഈ ക്രോപ്പ് സെലക്ട് ചെയ്യാം. അതിന് ശേഷം നമ്മൾ ഈ സൈഡിൽ നോ ഫ്രീ എന്നായിരിക്കും കിടക്കണേ, ഫ്രീ എന്നായിരിക്കുള്ളൂ. ഫ്രീ അല്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഫ്രീയിലേക്ക് മാറ്റിയിട്ട് മുകളിൽ നിന്ന് അടിയിൽ നിന്നും കുറച്ച് ക്രോപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതേ ഞാൻ ചെയ്യണ പോലെ തന്നെ കറക്റ്റായിട്ട് ക്രോപ്പ് ചെയ്ത് കൊടുക്കാം. ഏകദേശം ഇത്രയൊക്കെ ക്രോപ്പ് ചെയ്താൽ മതി. ഓക്കെ, ഇപ്പോൾ ക്രോപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു എഫക്റ്റ് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ വന്നിട്ടുണ്ടാവും. കണ്ട മുകളിലടിയിലും കുറച്ച് ക്രോപ്പായിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിത് വേണ്ടത്രയും അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഈ ക്രോപ്പ് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഏകദേശം ഈ ഒരു ക്രോപ്പിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഇൻഷോട്ടിൻ്റെ ഈ വാട്ടർ മാർക്കുകളാണെങ്കിൽ ആ ഇൻഡുയുടെ മാർക്ക് നോക്കിയിട്ട് ഫ്രീ റിമൂവ് എന്നുള്ളത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരസ്യം ലോഡാവും. നെറ്റ് കണക്ട് ചെയ്യാതെ തന്നെ പരസ്യം പോയി ഗൈസ്. അതിങ്ങനെ ഞാൻ ഇപ്പോൾ നെറ്റ് കണക്ട് ചെയ്തിട്ടില്ല, എന്തിലോട്ടെ പരസ്യം കണ്ടിട്ടില്ല ഞാൻ. അപ്പോൾ എന്തായാലും പരസ്യം പോയി ഫ്രീ ആയിട്ട്. അപ്പോൾ അതിന് ശേഷം ഇവിടെ തന്നെയായിട്ട്
PIP, പിക്ചർ ഇൻ പിക്ചർ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും ഈ പിക്ചർ ഇൻ പിക്ചറിൻ്റെ ഫീച്ചർ വെച്ചാണ് ചെയ്തത്. അപ്പോൾ ഇത് ഈ PIP എന്നുള്ള ഈ പിക്ചർ ഇൻ പിക്ചർ ഞെക്കാം. അപ്പോൾ അതിന് ശേഷം വീഡിയോസിൽ പോയിട്ട് നമ്മൾ ഗ്രീൻ സ്ക്രീൻ ചെയ്യാൻ ഉദ്ദേശിച്ച ആ വീഡിയോ ഇതിന് സെലക്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഇതാണ് നമ്മൾ ഗ്രീൻ സ്ക്രീൻ ചെയ്യാൻ ഉദ്ദേശിച്ച വീഡിയോ. ഈ വീഡിയോനൊന്ന് നമ്മൾ ക്രോപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ വീഡിയോ ഞെക്കാം. ഞെക്കിയതിന് ശേഷം ഈ മുകളിൽ ഈ ഓപ്ഷൻസിൽ തന്നെ ക്രോപ്പ് എന്നുണ്ടാവും. നിങ്ങൾക്ക് നോക്കണമെങ്കിൽ കാണാൻ പറ്റും. ഞാൻ ഈ ഗ്രീൻ സ്ക്രീൻ ഷൂട്ട് ചെയ്തത് ഈ നമ്മുടെ 4 വശം 2 കോർണർ ലെഫ്റ്റ് റൈറ്റും കറക്റ്റായിട്ട് ഫില്ലാവാണ്ടിരിക്കണം നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. കണ്ട ഒരു നമ്മുടെ ഡോറിൻ്റെ ആ ഒരു ഇത് വന്നത്. കാരണം അത്ര എൻ്റെ ഗ്രീൻ സ്ക്രീൻ ഉണ്ടായിരുന്നുള്ളൂ. വലിയതായിരുന്നെങ്കിൽ ഫുള്ള് കിട്ടിയാനേ. അപ്പോൾ അത് നമുക്ക് പ്രശ്നമില്ല. നമ്മൾ ആ സൈഡ് മാത്രം കുറച്ചൊന്ന് ക്രോപ്പ് ചെയ്ത് കളയാം, ആ ഗ്രീൻ സ്ക്രീൻ ഇല്ലാത്ത വശം. അപ്പോൾ 2 സൈഡിൽ നിന്ന് ക്രോപ്പ് ചെയ്ത് കളഞ്ഞ് കഴിയുമ്പോൾ ഫുള്ളും ഗ്രീൻ സ്ക്രീനായ രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ വീഡിയോ ഒന്ന് കുറച്ചും കൂടി വേണമെങ്കിൽ ഒന്ന് സൂമാക്കി കൊടുക്കുക. അതിന് ശേഷം ഈ ഓപ്ഷൻസിൽ തന്നെ നിങ്ങൾക്ക് ഈ കട്ടൗട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ പറ്റും. കണ്ട, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത ആ എഫക്റ്റ് തന്നെയാണ് ഈ കട്ടൗട്ട് എടുത്തതിന് ശേഷം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ കട്ടൗട്ട് എന്നുള്ള അത് അരിഞ്ഞേക്കിയിരുന്നത്. അപ്പോൾ ആ കട്ടൗട്ടിൽ തന്നെ തൊട്ടപ്പുറത്തായിട്ടൊരു ക്രോമാക്കി എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കൂടിയുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ക്രോമാക്കിയാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ക്രോമ എന്നുള്ളത് പ്രസ് ചെയ്യാം. അപ്പോൾ ഇതേ നമ്മുടെ വീഡിയോയിലായിട്ട് ഒരു സംഭവം വന്നതാണ് കാണാൻ പറ്റും. കണ്ട, ഈ ഒരു സാധനം വന്നിരിക്കുകയാണ് കാണാൻ പറ്റും. അത് വെച്ചിട്ട് നിങ്ങൾ ഓരോ സൈഡിലേക്ക് നീക്കുകയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓരോ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ കട്ടായി പോകണത് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു മാർക്കർ പോലത്തെ ഈ സാധനം കൊണ്ടുവന്നിട്ട് ഈ ബാക്കിലുള്ള ഈ തുണിയുമേക്ക് കൊണ്ടുപോയിക്കുക. അപ്പോൾ ഏതെങ്കിലും തുണിയുടെ പോയിന്റിൽ ഇങ്ങനെ നീക്കി പോകുമ്പോൾ നിങ്ങൾക്ക് ഈ ഫുള്ള് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സൈഡ് എത്തുമ്പോൾ ഫുള്ള് റിമൂവ് ആയിട്ടുള്ളത് പോലെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ഫുള്ള് റിമൂവ് ആയിട്ടുള്ള സ്ഥലം എത്തി കറക്റ്റായിട്ട് സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ അടിയിലായിട്ട് 2 പോയിന്റുകൾ കാണാം, ഷാഡോവും സ്ട്രെങ്ത്തും എന്നുള്ളത്. ഈ സ്ട്രെങ്ത്തിൽ നിങ്ങൾ ഒന്ന് പതിയെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ട ആ ഫുള്ള് ഗ്രീൻ കളർ എവിടെയാണ് പോകണേന്നുള്ളത് നിങ്ങൾ നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഈ സ്ട്രെങ്ത്ത് കറക്റ്റായിട്ടിരിക്കും. കണ്ട, ഇപ്പോൾ ഏകദേശം ഫുള്ള് റിമൂവ് ആയിട്ട് കാണാൻ പറ്റും. എൻ്റെ ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് റിമൂവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഈ ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മുടെ വീഡിയോ കാണാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ നോക്കുകയാണെങ്കിൽ ഒരു കളറ് പോയിട്ടൊരു എഫക്റ്റിലേക്ക് ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഈ മുകളിലായിട്ട് ഈ ഫിൽറ്റർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും. ഈ എഫക്റ്റ് ഫിൽറ്ററിൽ പോയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു തൊട്ടപ്പുറത്ത് തന്നെ ഉണ്ടാവും അഡ്ജസ്റ്റ് എന്നുള്ളത്. അഡ്ജസ്റ്റിൽ ചെന്നിട്ട് ഈ ലൈറ്റിങ്സ് എന്നുണ്ടാവും. ലൈറ്റിങ്സിൽ ചെന്നിട്ട് കുറച്ചൊന്ന് കൂട്ടി കൊടുക്കാം. അതിൻ്റെ ഒരു നിങ്ങൾക്ക് ലൈറ്റ് ആവശ്യത്തിനനുസരിച്ചും കൂട്ടി കൊടുക്കാം. അതിന് ശേഷം അതിന് തന്നെ സാച്ചുറേഷൻ ഉണ്ടാവും. സാച്ചുറേഷനും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ കോൺട്രാസ്റ്റും കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം കറക്റ്റ് സംഭവങ്ങളൊക്കെ വന്നത് കാണാൻ പറ്റും. അതിനുശേഷം ടിക്ക് കൊടുത്തതിന് ശേഷം നിങ്ങളുടെ ഈ വീഡിയോ ഒന്ന് വേണമെങ്കിൽ ഒന്നുകൂടി സൂമാക്കി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വീണ്ടും ഈ റൈറ്റ് സൈഡിലുള്ള ഈ ടിക്ക് മാർക്ക് പ്രസ് ചെയ്യാം. ഈ ടിക്ക് മാർക്ക് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ കണ്ട ഗൈസ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കറക്റ്റായിട്ട് കട്ടായി പോന്നിട്ടുണ്ട്. പക്ഷേ ഇതിനകത്തൊരു പ്രശ്നമുണ്ട്. കാരണം എന്തെന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിച്ച ഗ്രീൻ സ്ക്രീനിൻ്റെ തുണി എന്ന് പറയുന്നത് ശരിക്കും ഒറിജിനലായിട്ടുള്ള ഗ്രീൻ സ്ക്രീനിൻ്റെ തുണിയല്ല. ഞാൻ തന്നെ DIY ചെയ്തതായതുകൊണ്ട് തന്നെ അതിന് കറക്റ്റ് കളറല്ല. കറക്റ്റ് കളറാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് കട്ടായിട്ട് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇത് ഞാൻ കറക്റ്റ് ഗ്രീൻ സ്ക്രീനിൻ്റെ തുണി അല്ലാത്തതുകൊണ്ടാണ് എൻ്റെ തലയുടെ മുകളിലാക്കിയിട്ട് ആ തുണിയുടെ ഒരു കളർ വന്നിരിക്കുന്നത്. അപ്പോൾ അത് മാറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ടുള്ള ഓൺലൈനിൽ നിന്ന് ഗ്രീൻ സ്ക്രീനിൻ്റെ തുണി പർച്ചേസ് ചെയ്യുക. അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. അപ്പോൾ നമ്മളിനി നമ്മുടെ ഈ ഫസ്റ്റ് കിട്ടണ ഫോട്ടോ ഉണ്ടല്ലോ, നമ്മളൊരു ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായില്ലേ ഫസ്റ്റ് തന്നെ. അപ്പോൾ ആ ഫോട്ടോയുടെ മുകളിൽ ആ ലെയർമൊന്ന് ഞെക്കുക. നമ്മുടെ ഈ ലെങ്ത്ത് കൂട്ടണം എന്താണെന്ന് വെച്ചാൽ അടിയിലുള്ള വീഡിയോ നമ്മുടെ കുറച്ച് ലെങ്തി വീഡിയോ ആണ്. നമ്മൾ മുകളിൽ കൊടുത്ത ഫോട്ടോ ചെറുതായതുകൊണ്ടാണ് നമ്മൾ ഈ സംഭവം വലിച്ച് ഫുള്ളാക്കി കൊടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി വെളിച്ച് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ വീഡിയോ ഏകദേശം സെറ്റായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിങ്ങനെ നീക്കിയൊക്കെ ആണെങ്കിൽ 3D ആയിട്ടൊക്കെ വന്നത് ഈ വീഡിയോയിലൊക്കെ ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമുക്കിനി ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയിട്ട് വരാം ഗൈസ്.
ഇപ്പോൾ ഗൈസ് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്ത ആ ഗ്രീൻ സ്ക്രീനിൻ്റെ ഇതാണ് നമ്മളിപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ചെയ്തതാണ്, ഗ്രീൻ സ്ക്രീനാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ സംഭവം അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് 3D ആയിട്ട് തോന്നുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. 3D ആയിട്ട് വന്നൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത് ഗ്രീൻ സ്ക്രീൻ വെച്ചാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ കുറേ പേര് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഗ്രീൻ സ്ക്രീൻ വെച്ച് വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 2 സൈഡിലും കട്ട് ചെയ്ത് കളഞ്ഞുകൊണ്ട് കുറച്ചും കൂടി നന്നായിട്ട് നമ്മുടെ വീഡിയോ എഡിറ്റിങ്ങിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പോഴത്തെ വല്ല എഡിറ്റിംഗ് വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗെയ്സ് ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുള്ളൂ. എഡിറ്റിങ്ങിൻ്റെ ഒരു ബേസിക് സെറ്റപ്പ് മാത്രമേ നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യണുള്ളൂ. അപ്പോൾ ഈ എഡിറ്റിങ്ങിൽ ക്രോമാക്കിയും കട്ടൗട്ടും പിന്നെ ഈ കുറേ എഫക്റ്റുകൾ വെച്ച് നമുക്ക് കുറേ ഇതുപോലത്തെ മാജിക്കല്ല, ഒരു എഡിറ്റിംഗ് വഴി കുറേ ടിപ്സും കുറേ സംഭവങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അടിയിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ വീഡിയോയ്ക്ക് ഒരു 200 ലൈക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ്, ഇതുപോലത്തെ എഡിറ്റിംഗ് പരമായിട്ടുള്ള കുറച്ച് നമ്മളെ ഇൻട്രസ്റ്റിംഗ് ആക്കുന്ന കുറച്ച് വീഡിയോസൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. കാരണം എഡിറ്റ് ചെയ്ത് കയ്യിലിങ്ങനെ ഓരോ സാധനങ്ങൾ മാജിക്കിൽ വരുത്തുന്ന അങ്ങനത്തെ കുറേ എഫക്റ്റുകളൊക്കെ ഉണ്ട്. സംഭവങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ അറിയാം. മാസ്കിങ് ടൈപ്പ് കുറേ എഡിറ്റിങ് നമുക്ക് ഇതിനകത്തൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ്. അപ്പോൾ ഇറ്റ്സ് മീ ജെൻസൺ സൈനിങ് ഓഫ്. ബൈ ബൈ.